നമസ്കാരം. രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിച്ച് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കത്തിനെ ഇടതുപക്ഷം മാത്രമാണ് എതിർക്കുന്നത്. RSS BJP നയങ്ങളെ എതിർക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് കാണാൻ പോലും കിട്ടുന്നില്ല. 10 വർഷം രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷയും ഫെഡറലിസവും സാമൂഹ്യനീതിയും അട്ടിമറിക്കാനാണ് മോദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പാർലമെൻറ്റിനെ മാത്രമല്ല, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സ്വതന്ത്ര അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ RSSും BJPയും ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. ഇടതുപക്ഷ കക്ഷികൾ മാത്രമാണ് ഇതിനെ എതിർത്ത് നിന്നിരുന്നത്. ഭരണഘടനയുടെ 370-ാം വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയപ്പോഴും അവിടെ പോയതും ബിൽക്കിസ് ബാനുവിന് നീതി ലഭ്യമാക്കാൻ പോരാടിയതും CPM ആണ്. കോൺഗ്രസ് നേതാക്കൾ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല. BJP ഭരണത്തിൽ വർഗീയ കോർപ്പറേറ്റ് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു. ഇലക്ടറൽ ബോണ്ടിലൂടെ കള്ളപ്പണം വാങ്ങി മോദി സർക്കാർ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ സ്വകാര്യ മേഖലകൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ നഷ്ടത്തിലോടുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് കോടിയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങി BJPക്കും കൊടുത്തു. ഈ പണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാണോ എന്ന് രൂക്ഷമായ ഭാഷയിൽ തന്നെ യെച്ചൂരി ചോദിക്കുന്നുണ്ട്. മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യം ഉറപ്പിക്കാൻ ഇടതുപക്ഷ കക്ഷികളുടെ ആൾബലവും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടികളെ നേരെ നിർത്തണമെങ്കിൽ ഇടതുപക്ഷം ശക്തമാകണം. 2004-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 18 സീറ്റും ഇടതുപക്ഷത്തിന് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് സീറ്റൊന്നുമില്ലായിരുന്നു. ആ കാലത്താണ് കേന്ദ്ര സർക്കാരിൽ ഇടതുപക്ഷ സ്വാധീനം ചെലുത്തി ജനപക്ഷ നയങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞത്. തൊഴിലുറപ്പ് നിയമം, ആദിവാസി ക്ഷേമം, വിവരാവകാശ നിയമം അതിൽ ചിലത് മാത്രമാണ്. ഇത്തവണ LDFന് മുഴുവൻ സീറ്റിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്.